അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട ഫത്ഹുൽ മുഈൻ പഠിതാക്കളെ, അപ്പോൾ നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്തിരുന്നത് നിസ്കാരത്തിൻ്റെ ഷർത്തുകളാണ്. അതിൽ ഒന്നാമത്തെ ഷർത്ത് നമ്മൾ പറഞ്ഞു ത്വഹാറത്തുൻ അനിൽ ഹദസ്. അതിൽ ചെറിയ അശുദ്ധിയിൽ നിന്നുള്ള ശുദ്ധിയാക്കലാണ് വുളൂ, വലിയ അശുദ്ധിയിൽ നിന്നുള്ള ശുദ്ധിയാക്കലാണ് കുളി. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി രണ്ടാമത്തെ ഷർത്താണ് നമ്മൾ പറയാൻ പോകുന്നത്. സാനിഹ ത്വഹാറത്തു ബദനിൻ വ മൽബൂസിൻ വ മക്കാൻ അൻ നജസിൻ. ത്വഹാറത്തു നജസ്, നജസിനെ തൊട്ട് അല്ലെങ്കിൽ നജസിൽ നിന്ന് ശുദ്ധിയാവുക എന്നുള്ളതാണ് രണ്ടാമത്തെ ഷർത്ത്. ഏതൊക്കെ ശുദ്ധിയാവണം? നമ്മുടെ ശരീരം, അതേപോലെ നമ്മുടെ വസ്ത്രം, അതേപോലെ നമ്മൾ നിസ്കരിക്കുന്ന സ്ഥലം, ഇത് മൂന്നും നജസിൽ നിന്ന് ശുദ്ധിയാവണം എന്നുള്ളതാണ്. അപ്പോൾ ശരീരം എന്ന് പറഞ്ഞാൽ ശരീരത്തിൻ്റെ ഏത് ഭാഗത്തും നജസ് ഉണ്ടാവാൻ പാടില്ല. വസ്ത്രം, നമ്മൾ ഇട്ട വസ്ത്രത്തിൻ്റെ ഏത് ഭാഗത്തും നജസ് ഉണ്ടാവാൻ പാടില്ല. ആ വസ്ത്രം, ഇനി ഒരാൾ കുറേ വലിയ വസ്ത്രമായിട്ടിട്ട് നിൽക്കാം, അങ്ങനെയാണെങ്കിൽ ആ വലിയ വസ്ത്രത്തിൻ്റെ അറ്റ ഭാഗത്തും നജസ് ഉണ്ടാവാൻ പാടില്ല. അവൻ്റെ ശരീരവുമായി ബന്ധിക്കുന്ന ഏത് വസ്ത്രത്തിൻ്റെയും അറ്റത്തിൽ അല്ലെങ്കിൽ ആ വസ്ത്രത്തിൻ്റെ ഏത് ഭാഗത്തും നജസ് ഉണ്ടാവാൻ പാടില്ല. ഈ നിസ്കരിക്കുന്ന സ്ഥലം പറഞ്ഞേ, നമ്മളെ ശരീരമോ അല്ലെങ്കിൽ നമ്മളെ വസ്ത്രമോ ബന്ധിക്കുന്ന ഒരു സ്ഥലം, അവിടെ നജസ് ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ്. ആ നജസ് ഉണ്ടാവാൻ പാടില്ല അവിടെ. ഇത് നമ്മൾ നിസ്കരിക്കുമ്പോൾ നമ്മൾ സുജൂദ് ചെയ്യുന്ന സ്ഥലത്തോ, കൈ വെക്കുന്ന സ്ഥലത്തോ, കാല് വെക്കുന്ന സ്ഥലത്തോ ഒക്കെ. എങ്കിൽ നിസ്കരിക്കുന്നതിൻ്റെ തൊട്ട് അപ്പുറത്തോ ഇപ്പുറത്തോ ആ മുസല്ലയുടെ ആ ഭാഗത്തോ ഈ ഭാഗത്തോ ഒക്കെ ആയിട്ട് കുറഞ്ഞ എന്തെങ്കിലും നജസുണ്ട്, അല്ലെങ്കിൽ നിസ്കരിക്കുന്നതിൻ്റെ ഇടയിലൊക്കെ എന്തെങ്കിലും നജസുണ്ട് എന്നൊക്കെ, നമ്മുടെ ശരീരമോ നമ്മളെ വസ്ത്രമോ ആ നജസുമായി ബന്ധിക്കുന്നില്ല, എന്നാൽ പോലും അങ്ങനെ നജസ് ഉണ്ടാവൽ കറാഹത്താണ്, കുഴപ്പമില്ല. നജസ് ഉണ്ട് വെച്ചിട്ട് നിസ്കാരം ശരിയാവുന്നതാണ്, പക്ഷേ എങ്കിൽ കറാഹത്താകുന്നു. നിസ്കരിക്കുന്നതിന് തൊട്ടപ്പുറത്ത് ഇപ്പുറത്തൊക്കെ നജസ് ഉണ്ടെങ്കിൽ അത് കറാഹത്താകുന്നു. ശരീരമോ വസ്ത്രത്തിലോ തട്ടുന്ന രീതിയിൽ സ്ഥലത്ത് എന്ത് ചെയ്ത് മുസല്ലയിലുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യാൻ നിസ്കാരം ശരിയാവുന്നതല്ല. അതേപോലെ റൂഫിൽ, റൂഫിൽ നജസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ, കുറേ മുകളിലെ റൂഫാണെന്നുണ്ടെങ്കിൽ നജസ് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ തൊട്ട് മുകളിൽ തന്നെയാണ് റൂഫ്, അതിൽ നജസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കറാഹത്താകുന്നു എന്നും കാണാം. ഇനിയിപ്പോൾ നമ്മൾ പറഞ്ഞത് നജസിൽ നിന്ന് ശുദ്ധി വേണമെന്ന് പറഞ്ഞു, നിസ്കാരത്തിലാണ് ശുദ്ധി വേണമെന്ന് പറഞ്ഞത്. നിസ്കാരത്തിൽ അല്ലാത്ത സമയത്ത് നമ്മുടെ ശരീരത്തിലോ അല്ലെങ്കിൽ വസ്ത്രത്തിലോ അവിടെ ഇവിടെയൊക്കെ നജസ് ഉണ്ടെങ്കിൽ അത് കുഴപ്പമില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ സ്ത്രീകളൊക്കെ അവരുടെ വസ്ത്രത്തിൽ ഇപ്പോൾ ചെറിയ കുട്ടികളുടെ മൂത്രമൊക്കെ ഉണ്ടെങ്കിൽ അത് ഇട്ടെടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഒരാളുടെ ശരീരം മുഴുവനായിട്ട് നജസ്സാണ്, നജസ്സിൽ ഇങ്ങനെ അവന് നജസ്സുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഏർപ്പാടിലാണ്, അവൻ എന്തെങ്കിലും ജോലിയാണ് ചെയ്യുന്നത്, അങ്ങനെയെങ്കിൽ ശരീരത്തിൽ പല സ്ഥലങ്ങളിലായിട്ട് നജസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ നജസ് കൊണ്ടടക്കൽ ഹറാമാകുന്നു. ആ നജസ് പെട്ടെന്ന് തന്നെ നീക്കം ചെയ്യൽ അവൻ്റെ മേൽ നിർബന്ധമാകുന്നു. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ രണ്ടാമത്തെ ഷർത്ത്, നജസിൽ നിന്ന് ശുദ്ധി വേണം എന്ന് നമ്മൾ പറഞ്ഞത്. അപ്പോൾ നിസ്കാരത്തിൻ്റെ എന്നത് നിസ്കാരം ശരിയാകുന്നതിനെ തൊട്ട് തടയുന്ന എന്തെങ്കിലും മ്ലേച്ഛമായ കാര്യങ്ങളാണ് നജസ് എന്ന് പറയാം. അപ്പോൾ ഏതൊക്കെയാണ് ആ നജസുകളുള്ളത്? ഒന്ന് റൗസ്, അതുപോലെ തന്നെ ബൗല് എന്ന് പറഞ്ഞാൽ കാഷ്ടം, അതുപോലെ തന്നെ മൂത്രം. അത് ഇനി എന്തിനത് തിന്നപ്പെടുന്ന ജീവികളുടെ എന്ന് പറഞ്ഞാൽ തിന്നൽ ഹലാലായ ജീവികളുടെ കാഷ്ടമാവട്ടെ മൂത്രമാവട്ടെ, എന്നാലും അതെന്താണ് നജസ്സാകുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ പോത്ത്, അതുപോലെ തന്നെ ആട്, ഒട്ടകം, ഇതുപോലത്തെ തിന്നൽ ഹലാലായ ജീവികളുണ്ട്, ആ ജീവികളുടെ മൂത്രവും അതുപോലെ തന്നെ കാഷ്ടവും ഒക്കെ നജസ്സാകുന്നു എന്നുള്ളതാണ്. കാരണം മാലിക്കി മദ്ഹബ് അല്ലെങ്കിൽ ഹംബലി മദ്ഹബിലൊക്കെ തിന്നപ്പെടുന്ന ജീവികൾ, തിന്നൽ ഹലാലായ ജീവികളുടെ കാഷ്ടവും മൂത്രവും ത്വാഹിറാകുന്നു എന്ന അഭിപ്രായം ഉണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞത് മൂത്രം അതുപോലെ തന്നെ കാഷ്ടം അത് നജസ്സാകുന്നു എന്നുള്ളതാണ്. അതിന് മനുഷ്യൻ്റെ ആണെങ്കിലും അത് നജസ്സാകുന്നു എന്നുള്ളതാണ്. ഇനി നജസ്സുള്ള മറ്റൊരു സാധനമാണ് മതി, അതുപോലെ തന്നെ വതി എന്ന് പറയും. അപ്പോൾ നേരത്തെ കുളി നിർബന്ധമാകുന്ന അവിടെ പറഞ്ഞിരുന്നു മനിയ് പുറപ്പെട്ടാൽ കുളി നിർബന്ധമാകും എന്നുള്ളത്. എന്നാൽ അവിടെ മതിയോ അല്ലെങ്കിൽ വതിയോ പുറപ്പെട്ടാൽ കുളി നിർബന്ധമാവുകയില്ല. എന്നാൽ മനിയ് അല്ലാത്ത മറ്റു ആ ഒരു ഭാഗത്തിലൂടെ വരുന്ന മറ്റു രണ്ട് വെള്ളങ്ങളാകുന്നു അതുപോലെ മതി, അതുപോലെ തന്നെ മതി എന്ന് പറയാം. എന്നാൽ ഷഹ്വത്ത് എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് വികാരം ഉണ്ടാകുമ്പോൾ പുറപ്പെടുന്ന ചെറിയൊരു വെള്ളമാണ് എന്തിന് മതി എന്ന് പറയാം. വതി എന്ന് പറഞ്ഞാൽ അവന് മൂത്രയിക്കുന്നതിന് തൊട്ടുടനെ തന്നെ അല്ലെങ്കിൽ എന്തെങ്കിലും എന്തിനത് ഭാരമുള്ളത് കയറ്റിയാലൊക്കെ അവൻ്റെ ശരീരത്തിൽ നിന്ന് ആ ഒരു മൂത്രം വരുന്ന ഭാഗത്തിലൂടെ വരുന്ന ഒരു വെള്ളമാണ് വതി എന്ന് പറയാം. രണ്ടാണെങ്കിലും അത് നജസ്സാകുന്നു, അത് കഴുകിക്കളയൽ നിർബന്ധമാണ്. എന്നാൽ മതിയോ അല്ലെങ്കിൽ വതിയോ പുറപ്പെട്ടത് കൊണ്ട് കുളി നിർബന്ധമാകുന്നില്ല. മനി പുറപ്പെട്ടാൽ മാത്രമേ കുളി നിർബന്ധമാവുകയുള്ളൂ. പക്ഷേ എന്തിനത് മതിയോ അല്ലെങ്കിൽ വതിയോ പുറപ്പെട്ടാൽ അത് കഴുകിക്കളയൽ അത് നിർബന്ധമാകുന്നു, കാരണം അത് നജസ്സാകുന്നു. പിന്നെ മറ്റൊന്നാകുന്നു ദമുൻ എന്ന് പറഞ്ഞാൽ രക്തം, ബ്ലഡ്. അപ്പോൾ ബ്ലഡ് നമ്മുടെ ശരീരത്തിൽ രക്തമായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ മുറിവായി ആ രക്തം പുറത്തേക്ക് വരികയാണെങ്കിൽ അത് കഴുകിയാൽ നിർബന്ധമാണ്, അത് നജസ്സാകുന്നു. അതിൽ നിന്ന് ശുദ്ധി ഉണ്ടായിരിക്കൽ നിർബന്ധമാകുന്നു നിസ്കരിക്കണമെങ്കിൽ. പക്ഷേ ഇതിപ്പോൾ നമ്മളെ കരൾ എന്ന് പറഞ്ഞാൽ നമ്മളെ ലിവർ, അതെന്താണ് രക്തത്തിൻ്റെ ഒരു കഷ്ണമാണ്, അത് എന്ത് ചെയ്യാൻ കുഴപ്പമില്ല, അത് നജസ്സായിട്ട് പരിഗണിക്കുന്നതല്ല. അതേപോലെ തന്നെ മിസ്ക്,
നമ്മളെ കസ്തൂരിമാൻ്റെ രക്തമാണ്, അത് എന്ത് ചെയ്ത് പിന്നെ മിസ്കായി മാറുന്നതാണ്. അപ്പോൾ അതും എന്തില്ല, കുഴപ്പമില്ല, അത് നജസായിട്ട് പരിഗണിക്കുന്നതല്ല. ഇനി നജസായിട്ട് പരിഗണിക്കുന്ന മറ്റൊന്നാണ് കൈഹ് എന്ന് പറയും, ചലം. എന്നാൽ നമ്മുടെ ശരീരത്തിൽ മുറിവൊക്കെ എന്തുണ്ടായിക്കഴിഞ്ഞാൽ അതിൽ രക്തം ഉണ്ടാവും. ആ രക്തം ഇങ്ങനെ കട്ട പിടിച്ച് അല്ലെങ്കിൽ അത് മാറിയിട്ട് ആ രക്തം മാറിയിട്ടാണ് ചലമായി മാറുന്നത്. അതുകൊണ്ട് ആ ചലവും നജസാകുന്നു. കാരണം അത് ആദ്യം രക്തമായിരുന്നു, ആ രക്തം പിന്നെ മാറിയിട്ട് പിന്നെ ചലമാകുന്നതാണ്, അതും നജസായിട്ടാണ് പരിഗണിക്കുന്നത്. അതേപോലെ നജസായ മറ്റൊരു സാധനമാണ് നമ്മുടെ ആമാശയത്തിൽ നിന്നുള്ള ഛർദ്ദിച്ചത്. എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഭക്ഷണം കഴിക്കുകയോ അല്ലെങ്കിൽ വെള്ളം കുടിക്കുകയോ ചെയ്ത് ആമാശയത്തിലേക്ക് എത്തി അത് നമ്മൾ ഛർദ്ദിച്ച് കഴിഞ്ഞാൽ അത് നജസായിട്ടാണ് പരിഗണിക്കുക. എന്നാൽ ആമാശയത്തേക്ക് എത്തിയിട്ടില്ല, നമ്മളിങ്ങനെ ഭക്ഷണം കഴിച്ചു, തൊണ്ടയിൽ എത്തിയിട്ടുള്ളൂ, അതന്നെ നമ്മൾ എന്ത് ചെയ്യും, പുറത്തേക്ക് എന്ത് ചെയ്ത് തുപ്പിയാൽ അത് ഛർദ്ദിച്ചതായിട്ട് അല്ലെങ്കിൽ നജസായിട്ട് പരിഗണിക്കുന്നതല്ല എന്നുള്ളതാണ്. ആമാശയത്തിലേക്ക് എത്തിയതിനു ശേഷം പിന്നെ പുറത്തേക്ക് വരുന്നതിനാണ് അത് ഛർദ്ദിച്ചത് എന്ന് പറയുക, അത് നജസാകുന്നു, കഴുകിയാൽ നിർബന്ധമാകുന്നു. ചെറിയ കുട്ടികളൊക്കെ ഉണ്ടാവും, അവരിപ്പോൾ എന്തെങ്കിലും ഭക്ഷണം കഴിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും പാല് കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് ഇങ്ങനെ എന്തെങ്കിലും ഛർദ്ദിക്കും. അവരെപ്പോഴും ഇങ്ങനെ ഛർദ്ദിക്കുന്ന അല്ലെങ്കിൽ അവരുടെ വായിൽ എന്തെങ്കിലും ഛർദ്ദിച്ചതിൻ്റെ അടയാളങ്ങളുള്ള അതിൻ്റെ അംശങ്ങളുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ അതിനെന്ത് ചെയ്യുന്നത് അഫ് ചെയ്യപ്പെടും എന്നുള്ളതാണ്. അതിൽ എന്തെങ്കിലുമൊക്കെ നമ്മുടെ ശരീരത്തിലായാൽ അപ്പോൾ അത് അഫ് ചെയ്യപ്പെടും എന്നുള്ളതാണ്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു മതി അതുപോലെ തന്നെ വതി അത് നജസാകുന്നു, കേൾക്കിയാൽ നിർബന്ധമാണ്. എന്നാൽ മനിയ് പുറപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യാം, ആ മനിയ് നമ്മുടെ ശരീരത്തിലോ വസ്ത്രത്തിലോ ആയിക്കഴിഞ്ഞാൽ അത് നജസല്ല എന്നുള്ളതാണ്. ഷാഫി മദ്ഹബ് പ്രകാരം മനിയ് നജസല്ല എന്നുള്ളതാണ്. എന്നാൽ മാലിക്കി മദ്ഹബ് പ്രകാരം അത് നജസാകുന്നു എന്നുണ്ട്. അപ്പോൾ പക്ഷേ ഈ മനിയോട് കൂടെ മതിയോ അല്ലെങ്കിൽ വതിയോ ഒക്കെ പുറപ്പെടുകയാണെങ്കിൽ അത് നജസായിരിക്കും, കേൾക്കാനുള്ള നിർബന്ധമാണ്. വെറും മനിയ് മാത്രമാണ് എന്നുണ്ടെങ്കിൽ അത് നജസല്ല. പക്ഷേ മനിയ് പുറപ്പെട്ടാൽ കുളി നിർബന്ധമാകും, മനിയ് നജസല്ല എന്നുള്ളതാണ്. അതേപോലെ നമ്മുടെ തുപ്പലം അതുപോലെ തന്നെ കഫം ഇത് നജസായിട്ട് പരിഗണിക്കുന്നതല്ല. അപ്പോൾ തുപ്പലോ അല്ലെങ്കിൽ കഫോ ഒക്കെ എന്ത് ചെയ്യുക, നമ്മുടെ ശരീരത്തിലോ അല്ലെങ്കിൽ വസ്ത്രത്തിലോ ഒക്കെ ആയിക്കഴിഞ്ഞാൽ അത് നജസായിട്ട് പരിഗണിക്കുന്നതല്ല. അതേപോലെ തന്നെ സ്ത്രീകളുടെയൊക്കെ ഗുഹ്യ ഭാഗത്തുണ്ടാകുന്ന ഒരു വെള്ളം, അവിടെ ഉണ്ടാകുന്ന വേർപ്പ്, ഋതൂബത്തിൽ ഫർജ് എന്ന് പറയും അറബിയിൽ, ആ ഒരു വേർപ്പ് അത് നജസായിട്ട് പരിഗണിക്കുന്നതല്ല. നേരെ മറിച്ച് അതിൻ്റെ ഉള്ളിൽ നിന്ന് എന്നാൽ അവരുടെ എന്ത് ചെയ്യുക, ഗുഹ്യ ഭാഗത്തിൻ്റെ ഉൾഭാഗത്ത് നിന്ന് വരുന്ന വെള്ളമാണെന്നുണ്ടെങ്കിൽ അത് നജസായിട്ട് പരിഗണിക്കും. അതിൻ്റെ പുറം ഭാഗത്തുള്ള ഒരു വേർപ്പ് അത് ഒരു വെള്ളമായിട്ടുള്ള അതും നജസായിട്ട് പരിഗണിക്കുന്നതല്ല എന്നുള്ളതാണ്. ഇനി ഒരു കുട്ടി ജനിക്കുന്ന സമയത്ത് അത് പ്രസവിക്കുന്ന സമയത്ത് ആ കുട്ടി പോരുന്ന കൂടെ തന്നെ ഒരു ഫ്ലൂയിഡ് പുറത്തേക്ക് വരും, ഒരു വെള്ളം, അത് നജസായിരിക്കും, അത് കഴുകിക്കളയൽ നിർബന്ധമാകുന്നു. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, അതിനോട് കൂടെ എന്ത് ചെയ്യുന്നത് രക്തം പുറപ്പെടും, നിഫാസ് എന്ന് പറയും, അത് എന്ത് ചെയ്യുന്നത് രക്തം നജസാണ്, അതും എന്ത് ചെയ്യുന്നത് നജസായിട്ടാണ് പരിഗണിക്കപ്പെടുക. ഇനി അല്ലെങ്കിൽ അത് ആ കുട്ടി പുറത്തേക്ക് വരുമ്പോൾ അതിന് കൂടെ വരുന്ന വെള്ളം, ആ ഫ്ലൂയിഡ്, അതും നജസായിട്ടാണ് പരിഗണിക്കുക എന്നുള്ളതാണ്. എന്ന് വിചാരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ കോഴിമുട്ട അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നത് അല്ലെങ്കിൽ ആ കുട്ടി അത് എന്ത് ചെയ്യുന്നത് നജസായിട്ട് നമ്മൾ പരിഗണിക്കുന്നതല്ല, അത് നമ്മൾ കഴുകിക്കളയലും നിർബന്ധമൊന്നുമില്ല. ഓക്കെ. ഇനി തിന്നപ്പെടുന്ന അല്ലെങ്കിൽ തോഹിറായ ഒരു ജീവിയാണ്, ആ ജീവിയുടെ എന്ത് ചെയ്തു കുടിച്ച വെള്ളത്തിൻ്റെ ബാക്കി വെള്ളം അതും തോഹിറാണ്. ഒരു ബക്കറ്റിൽ വെള്ളമുണ്ട്, അപ്പോൾ ഒരു പശു അല്ലെങ്കിൽ എന്ത് ചെയ്ത് ഒരു ഒട്ടകം അല്ലെങ്കിൽ ഒരു ആട് പോട്ടെ, ഒരു പൂച്ച, അതിന് തോഹിറാന്നൊക്കെ അതിൻ്റെ എന്ത് ചെയ്യുന്നത് ശരീരത്തിൽ നജസൊന്നും ഇല്ലാത്ത അതെന്ത് ചെയ്തു ഭക്ഷണം കഴിച്ചു അല്ലെങ്കിൽ എന്ത് ചെയ്തു അത് വെള്ളം കുടിച്ചു ഒരു ബക്കറ്റിൽ നിന്ന്. ആ വെള്ളം കുടിച്ചാൽ ബാക്കി വെള്ളം ബക്കറ്റിലുണ്ടാകുന്ന ബാക്കി വെള്ളം തോഹിറാണ് എന്നുള്ളതാണ്. അത് നജസായിട്ട് അല്ലെങ്കിൽ നജസായിട്ട് പരിഗണിക്കുന്നതല്ല. എന്നാൽ നജസായ ജീവികൾ ഇപ്പോൾ നായ, പന്നി, അത് ഏതെങ്കിലും എന്ത് ചെയ്തു ബക്കറ്റിലേക്ക് തലയിട്ട് അതെന്ത് വെള്ളം കുടിച്ചാൽ അതിൻ്റെ ബാക്കി വെള്ളം അത് മുത്തനജിസാണ്, അത് തോഹിറായിട്ട് പരിഗണിക്കുന്നതല്ല, അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതല്ല. അതേപോലെ തന്നെ ഒരു പൂച്ച, ആ പൂച്ചയുടെ എന്ത് ചെയ്യാം വായിലൊക്കെ എന്ത് ചെയ്യുന്നത് രക്തം അങ്ങനെ എന്തുണ്ട്, പേലീനൊക്കെ കടിച്ചിട്ട് എന്ത് രക്തമൊക്കെ ഉണ്ട്, ആ രക്തത്തോടു കൂടെ എന്ത് ചെയ്യാം വെള്ളത്തിലേക്ക് തലയിട്ടാണെന്നുണ്ടെങ്കിൽ പിന്നെ ബാക്കി വെള്ളം അത് മുത്തനജിസായിട്ടാണ് പരിഗണിക്കുക, ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം അതിൽ നജസ് ഉണ്ടാകും, ബ്ലഡിൻ്റെ അംശം ഉണ്ടാകും എന്നുള്ളതാണ്. അതേപോലെ നജസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇനി ഈ നജസുകളിൽ നിന്ന് ആഫ് ചെയ്യപ്പെടുന്ന ഏതാനും ചില നജസുകളാണ് പറയുന്നത്. ഇപ്പോൾ പൂച്ചയുടെയൊക്കെ രോമം അത് വളരെ ചുരുങ്ങിയത് ചെറുതാണ്, ഒരു രോമം അതിന് പൊട്ടൊക്കെ എന്ത് ചെയ്യാം നമ്മുടെ ശരീരത്തിലായി കഴിഞ്ഞാൽ അത് ആഫ് ചെയ്യപ്പെടുമെന്ന്. നജസ് അത് നജസ് തന്നെയാണ്, പക്ഷേ അതെന്തില്ല ആഫ് ചെയ്യപ്പെടും, കുറച്ചാണ് എന്നുണ്ടെങ്കിൽ ആഫ് ചെയ്യപ്പെടും എന്നുള്ളതാണ്. അതേപോലെ തന്നെ നജസിൻ്റെ പൊടി, അതുപോലെ തന്നെ നജസിൻ്റെ പുക, ഇതും എന്ത് തന്നെയാണ് ഈ നജസായിട്ടാണ് പരിഗണിക്കുക, അല്ലെങ്കിൽ അത് ആഫ് ചെയ്യപ്പെടും എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു സ്ഥലത്ത് പോകുമ്പോൾ റോട്ടിൽ നിന്ന് ഇങ്ങനെ ഒരു ചാണക വണ്ടി പോയി, ഒരു ലോറി പോയി നിൽക്കുക, ചാണകമില്ല, അപ്പോൾ അതിന് കുറച്ചിങ്ങനെ പൊടി നമ്മളെ മേത്തേക്ക് പാടി അത് കുറച്ചുള്ളൂന്നുണ്ടെങ്കിൽ അത് എഫ് ചെയ്യപ്പെടുന്നതാണ്.
അതേപോലെ തന്നെ ഒരു ചാണകം കത്തിച്ചിട്ട് ആ കത്തിച്ച് അതിൽ നിന്നിങ്ങനെ പുക വരുന്നുണ്ട്, ആ പുകയൊക്കെ നമ്മുടെ ശരീരത്തിലായി കഴിഞ്ഞാലും അത് അഫ് ചെയ്യപ്പെടുന്നതാണ് എന്നുള്ളതാണ്. എന്നപോലെ അഫ് ചെയ്യപ്പെടുന്നതാണ് ഈച്ച നമുക്കറിയാം, അത് വല്ല എന്തെങ്കിലും കാഷ്ടത്തിലോ അല്ലെങ്കിൽ നജസ്സുകളോ ഇരുന്നിട്ട് പിന്നെ നമ്മുടെ ശരീരത്തിലോ അല്ലെങ്കിൽ വസ്ത്രത്തിലൊക്കെ വന്നിരിക്കും. അപ്പോൾ അതിൻ്റെ കാലുമേ കുറച്ച് നജസ്സിൻ്റെ അംശം ഉണ്ടാകും. അതൊക്കെ നമ്മുടെ ശരീരത്തിലായി കഴിഞ്ഞാൽ അത് അഫ് ചെയ്യപ്പെടും എന്നുള്ളതാണ്. അതേപോലെ തന്നെ മൂത്രം അല്ലെങ്കിൽ നജസ്സൊക്കെ എന്ത് ചെയ്തു തെറിച്ചാൽ അതിലെന്ത് ചെയ്യാം, തെറിച്ച് വളരെ ചുരുങ്ങി കണ്ണ് കാണാത്ത ചെറിയ രീതിയിൽ എന്ത് ചെയ്യാം തെറിച്ചിട്ടുണ്ട് നമ്മുടെ ശരീരത്തിലൊക്കെ, നോക്കിയാൽ കാണുന്നില്ല, ആ രീതിയിലൊക്കെ ആണെങ്കിൽ അഫ് ചെയ്യപ്പെടും എന്നുള്ളതാണ്. അല്ലാതെ മൂത്രം എന്ത് ചെയ്തു ഒരു തുള്ളിയോ അല്ലെങ്കിൽ മൂത്രം എന്ത് ചെയ്യും ചെറിയതൊക്കെ നമ്മുടെ ശരീരത്തിലായി കഴിഞ്ഞാൽ അതെന്താകും, അത് നജസായിട്ട് പരിഗണിക്കും, കഴുകൽ നിർബന്ധമാണ്. അതേപോലെ തന്നെ എന്ത് ചെയ്യുന്നത്, ഈ പാറ്റ അതുപോലെ തന്നെ പല്ലി അതിൻ്റെയൊക്കെ എന്ത് ചെയ്യുന്നത് കാഷ്ടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചെറിയതാണെന്നുണ്ടെങ്കിൽ അതൊക്കെ അഫ് ചെയ്യപ്പെടും എന്നുള്ളതാണ്. പ്രത്യേകിച്ചും ഹൗലുകളിലൊക്കെ ഉണ്ടാകും ചിലപ്പോൾ പല്ലി കാഷ്ടം ഒക്കെ ചെറുതായിട്ടുണ്ടാവും, അതൊക്കെ അഫ് ചെയ്യപ്പെടും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ നജസ്സുകളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ നജസ്സിലുള്ളതാണ് മറ്റൊന്ന് ശവം, മനുഷ്യൻ, മത്സ്യം, അതുപോലെ തന്നെ ജറാദ്, വെട്ടുക്കിളി എന്ന് പറയും, ചെറിയ ഒരു പുൽച്ചാടി പോലത്തെ ചെറിയ കിളിയാണ്. അപ്പോൾ ഇതല്ലാത്ത മറ്റു ജീവികളുടെയൊക്കെ ശവം അത് നജസ്സായിരിക്കുന്നതാണ്, അത് നജസ്സായിട്ടാണ് പരിഗണിക്കുക. അത് നമുക്ക് ത്വാഹിറല്ല ഉപയോഗിക്കാൻ പറ്റുന്നതല്ല. അതെങ്ങനെ നമ്മുടെ ശരീരത്തിലായി കഴിഞ്ഞാൽ അത് കഴുകി കളയൽ നിർബന്ധമാവണം. ഇനി ഒലിക്കുന്ന രക്തമില്ലാത്ത ജീവികൾ, ഇപ്പോൾ കൊതുക് അല്ലെങ്കിൽ എന്ത് ചെയ്യാം ഈച്ച അല്ലെങ്കിൽ വണ്ട് അങ്ങനത്തെ ചെറിയ ജീവികളാണെന്നൊക്കെ അതിൻ്റെയും ശവം നജസ് തന്നെയാകുന്നു, എന്നാണ്. അഫ് ചെയ്യപ്പെടുന്ന ഏതാനും ചില അവസരങ്ങൾ പറയുന്നുണ്ട്, എന്നാലും ശവം നജസ് തന്നെയാകുന്നു എന്നുള്ളതാണ്. എന്നാൽ നമ്മൾ പറഞ്ഞു മനുഷ്യൻ്റെയും അതുപോലെ തന്നെ മത്സ്യം അതുപോലെ തന്നെ ഈ വെട്ടുകിളി എന്ന് പറയും, ജറാദ് എന്ന് പറയും, ഇതിൻ്റെയൊക്കെ എന്ത് ചെയ്യുന്നത് ശവം നജസല്ല. മനുഷ്യൻ്റെ ശവം എന്തായാലും നജസല്ല, അവൻ മരിച്ചു കഴിഞ്ഞാൽ. കാരണം വലക്കത്ത് കറംനാ ബനി ആദം, പരിശുദ്ധ ഖുർആൻ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, ആദം സന്തതികളെ ആ മനുഷ്യന്മാരെ നാം ബഹുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ മരിച്ചാലും ആ മയ്യത്തിന് നമ്മൾ എന്ത് ചെയ്യണം, ആ ബഹുമാനം കൊടുക്കണം എന്നുള്ളത് കൊണ്ടാണ് നജസല്ലത്ത്. പിന്നെ മീൻ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുന്നത് മത്സ്യം, ഇപ്പോൾ കടലിലും അല്ലെങ്കിൽ പുഴയിലൊക്കെ ധാരാളമായിട്ടുണ്ടാവണം. ഓരോ മത്സ്യത്തെയും പിടിച്ചിറക്കുക എന്നുള്ളത് അത് അസാധ്യമാണ്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുന്നത് അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നത് മത്സ്യം ചത്താലും അത് നമുക്ക് ഹലാലാണ്, ത്വാഹിറാകുന്നു, ഭക്ഷണം കഴിക്കാമെന്നുള്ളതാണ്. അതേപോലെ തന്നെ എന്ത് ചെയ്യുന്നത് ജറാദ്, വെട്ടുകിളി എന്ന് പറയും, അത് ചെറിയ ഒരു പുൽച്ചാടി പോലത്തെ കിളിയാണ്, അത് നമുക്ക് ഭക്ഷിക്കൽ ഹലാലാണ്. പക്ഷെ അതിങ്ങനെ എല്ലാവരും ഇങ്ങനെ പിടിച്ച് ഇറക്കുക എന്നുള്ളത് എന്ത് ചെയ്യുന്നത് ഒരു ബുദ്ധിമുട്ടുള്ളതായതുകൊണ്ട് അതും ചത്താലെന്തില്ല, കുഴപ്പമില്ല, അത് ത്വാഹിറാകുന്നു എന്നുള്ളതാണ്. അതേപോലെ തന്നെ നമ്മൾ ഇപ്പോൾ ശവം എന്നാണ് പറഞ്ഞത്, നമ്മൾ അറുത്തതാണെന്നൊക്കെ കോഴി അതുപോലെ തന്നെ ആട്, പശു, പോത്ത് ഇതിനൊക്കെ നമ്മൾ അറുത്തതാണ് എന്നുണ്ടെങ്കിൽ അതെന്തല്ല നജസല്ല, അത് നമുക്ക് ത്വാഹിറാകുന്നു, ഭക്ഷണം കഴിക്കാവുന്നതാണ്. അതേപോലെ നമ്മൾ വേട്ടയാടുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ വേട്ടയാടുമായി ബന്ധപ്പെട്ട് കുറച്ച് പഠിക്കാനുണ്ട്, ഇൻഷാ അല്ലാഹ് അതിന് ബാബിൽ വരും. അങ്ങനെ നമ്മൾ വേട്ടയാടി ഇസ്ലാമിക രീതിയിൽ വേട്ടയാടുകയും അതിലൂടെ എന്ത് ചെയ്തു ഒരു മാന് അല്ലെങ്കിൽ എന്ത് ചെയ്തു ഒരു മുയൽ, അതൊക്കെ എന്ത് ചെയ്തു നമ്മൾ വേട്ടയാടിയിട്ട് കിട്ടിയാൽ അതിന് എന്ത് ചെയ്തു വേട്ടയാടിയിട്ട് അമ്പ് ചെയ്ത് മരിച്ചാൽ അതെന്ത് ചെയ്യുന്നത് അതിൻ്റെ ശവം അത് ഹലാലാണ്, ഭക്ഷിക്കാൻ ത്വാഹിറാകുന്നു. അതേപോലെ നമ്മൾ വേട്ടയാടുന്ന സമയത്ത് കുറജീവനായി എന്ന് പറഞ്ഞാൽ പരിപൂർണമായിട്ടും മരിച്ചിട്ടില്ല, എന്നാൽ ജീവനുമില്ല, എന്നിട്ട് എന്ത് ചെയ്തു ജീവനെ കൊടുത്തിട്ട് നമ്മൾ അറുത്തു, എന്നിട്ട് മരിച്ചു എന്നൊക്കെ അതിന് ചത്തു, അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം ഭക്ഷണം കഴിക്കാവുന്നതാണ്. ഇനി മത്സ്യം വലിയ മീനുകളാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലുള്ള എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിലുണ്ടാകുന്ന കാഷ്ടമൊക്കെ ഉണ്ടാകും, അതിൻ്റെ ഉള്ളിലുണ്ടാകുന്നതൊക്കെ അതൊക്കെ എന്ത് ചെയ്യാം കഴുകി കളഞ്ഞിട്ടായിരിക്കണം ഭക്ഷണം കഴിക്കേണ്ടതാണ്. എന്നാൽ ചെറിയ മീനുകളുണ്ടാവും, ഇപ്പോൾ നമ്മുടെ നാട്ടിലേക്ക് ബത്തൽ എന്നൊക്കെ പറയും, ചെറിയ മീനുകൾ. അപ്പോൾ അങ്ങനത്തെ ചെറിയ മീനുകളൊക്കെ ആണെങ്കിൽ ഉള്ളത് കാഷ്ടം കളയാതെയും എന്ത് ചെയ്യാം എന്ത് ചെയ്ത് മീൻ അങ്ങനെ തന്നെ തിന്നാവുന്നതാണ് ഉണ്ട്. ഇനി നജസ്സുകളുടെ കൂട്ടത്തിൽ തന്നെയാണ് ദ്രാവക രൂപത്തിലുള്ള ലഹരികൾ. ഇപ്പോൾ കള്ള് ലഹരിയാണ്, അത് ദ്രാവക രൂപത്തിലുള്ളതാണ്. അങ്ങനെ ദ്രാവക രൂപത്തിലുള്ള കള്ളുകൾ എന്ത് ചെയ്യാം ലഹരികളൊക്കെ എന്ത് ചെയ്യുന്നത് നജസ്സാകുന്നു. ഇപ്പോൾ നമ്മുടെ ശരീരത്തിലോ വസ്ത്രത്തിലൊക്കെ കള്ളായി കഴിഞ്ഞാൽ അത് നജസ്സാകുന്നു. അത് കുടിക്കൽ ഹറാമാണ് എന്നുള്ളതിന് പുറമെ അത് നജസ്സുമാകുന്നു. അത് ആ ശരീരത്തിൽ നിന്നും വസ്ത്രത്തിൽ നിന്ന് നീക്കം ചെയ്യൽ അത് നിർബന്ധമാകുന്നു. എന്നാൽ ദ്രാവക രൂപത്തിൽ എന്ന് പറഞ്ഞാൽ ഖരരൂപത്തിലുള്ള ഇപ്പോൾ ഏതെങ്കിലും പൊടിയായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇല അങ്ങനെ എന്തൊക്കെ ആയിട്ട് എന്തെങ്കിലും ദ്രാവക രൂപത്തിലാണ് ലഹരി എന്നുണ്ടെങ്കിൽ അത് നജസല്ല, അത് നമ്മുടെ ശരീരത്തിലൊക്കെ ആയിക്കഴിഞ്ഞാൽ നജസായിട്ട് പരിഗണിക്കുന്നില്ല. അത് ഭക്ഷിക്കൽ അല്ലെങ്കിൽ അത് കഴിക്കൽ ഹറാമാകുന്നു. കാരണം മുസ്കിറായ ലഹരിയുള്ള എല്ലാ പദാർത്ഥങ്ങളും കഴിക്കൽ ഹറാമാണ്. എന്നാൽ അത് നജസാവുകയില്ല. ഖരരൂപത്തിലാണെങ്കിൽ നജസല്ല, ദ്രാവക രൂപത്തിലുണ്ടെങ്കിൽ മാത്രമേ നജസാവുകയുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ നജസിൻ്റെ കുറേ കാര്യങ്ങൾ പറഞ്ഞു. എന്നാൽ ഈ നജസിൽ നിന്ന് ശുദ്ധിയാകുന്ന ചില നജസുകളുണ്ട്. അതാണ് ഒന്ന് കള്ള്.
കള്ള് സ്വയം സുർക്കയായി കഴിഞ്ഞാൽ അത് ശുദ്ധിയാകുന്നതാണ്. അതിലേക്ക് വേറെ എന്ത് ചെയ്ത് കെമിക്കലുകൾ, രാസപദാർത്ഥങ്ങൾ ചേർക്കാതെ, കെമിക്കലുകൾ ചേർക്കാതെ വെറും സുർക്ക അല്ല കള്ള് സുർക്കയായി കഴിഞ്ഞാൽ, കള്ളിങ്ങനെ കുപ്പിയിൽ വെക്കുകയോ എടുത്ത് വെക്കുകയോ അല്ലെങ്കിൽ മണ്ണിനടിയിൽ വെക്കുകയോ ഒക്കെ ചെയ്താൽ കുറച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, സുർക്കയോ അങ്ങനെ എന്ത് ചെയ്ത് സുർക്കയായി കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, അത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അത് നജസല്ല, അതിന് ശരീരത്തിലായാലും നമുക്ക് കുഴപ്പമില്ല എന്നുള്ളതാണ്. ഇനി ഒരു കള്ള് അതെങ്ങനെയാണ് സുർക്കയായി എന്നുള്ളത് എങ്ങനെ മനസ്സിലാവുക? അതിൽ പുളി വന്നാലോ, ഹമൂദത്ത് എന്ന് പറയുന്നതാണ് പുളി. അങ്ങനെ എന്ത് ചെയ്യാം, പുളി വരികയാണെന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യുന്നത് ഒരു സുർക്കയായി എന്ന് നമുക്ക് മനസ്സിലാവാം. കള്ളിൻ്റെ അതിൻ്റെ രുചി മാറി ഒരു പുളി എന്ത് ചെയ്ത് വരികയാണെങ്കിൽ, ആസിഡാണല്ലോ സുർക്ക, അപ്പോൾ ആസിഡിൻ്റെ പ്രത്യേകത പുളി ഉണ്ടാവുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെ പുളി വരികയാണെന്നുണ്ടെങ്കിൽ അത് സുർക്കയായി നമുക്ക് മനസ്സിലാവാം. അതേപോലെ തന്നെ തൊലി എന്ത് ചെയ്യാം, നമ്മൾ അർത്ഥ ജീവികളുടെ ഒക്കെ തൊലി, ആ തൊലി അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നത് ശവം എന്ന് പറഞ്ഞു, മൈത്തത്ത് പറഞ്ഞു, അതിൻ്റെ തൊലി, ആ തൊലി ഊറക്കിട എന്ന് പറയും. അതിലെന്ത് ചെയ്യാം, ചില എന്ത് ചെയ്ത് പദാർത്ഥങ്ങൾ ചേർത്ത് നമ്മൾ എന്ത് ചെയ്യും, ഉപ്പോ അങ്ങനത്തൊക്കെ ചേർത്തിട്ട് ഊറക്കിട എന്ന് പറയും. അങ്ങനെ ഊറക്കിട്ട് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ അതെന്ത് ചെയ്യുന്നത്, ഊറക്കിട്ടാൽ ശുദ്ധിയാകുന്നതാണ്. അങ്ങനെ ശുദ്ധിയായാൽ അത് ഉപയോഗിക്കാവുന്നതാണ്. അത് ത്വാഹിറാകുന്നു, മുത്തനഞ്ചിസല്ല എന്നുള്ളതാണ്. അതിപ്പോൾ എങ്ങനെ ശുദ്ധിയായെന്ന് മനസ്സിലാവാം? ആ തോല് വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ സ്മെല്ല്, അതിൻ്റെ വാസന പുറത്തേക്ക് വരുന്നില്ലെങ്കിൽ നമുക്ക് മനസ്സിലാവാം ഇത് ശുദ്ധിയായിട്ടുണ്ട് എന്നുള്ളത്. അല്ല എന്ത് ചെയ്ത് വെള്ളത്തിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ വെള്ളമാക്കി കഴിഞ്ഞാൽ അതിലേക്ക് സ്മെല്ല് വരുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാം ഇത് ശുദ്ധിയായിട്ടില്ല എന്നുള്ളത്. അതേപോലെ തന്നെ നജസിൽപ്പെട്ടതാണ് നായ, പന്നി. എന്നാൽ നജസ്സുകൾ നമ്മൾ പറയുന്നത് 3 രീതിയിലാണ് പറയാം. മുഗല്ലദായ നജസ് പറയും, പിന്നെ മുഖഫഫായ നജസ് പറയും, പിന്നെ മുത്തവസ്സിത്തായ നജസ് പറയും. മുഗല്ലദായ നജസ്സാകുന്നു നായ, പന്നി എന്ന് പറഞ്ഞാൽ അതായി കഴിഞ്ഞാൽ അത് 7 വട്ടം കഴുകിയാൽ മാത്രമേ ശുദ്ധിയാവുകയുള്ളൂ എന്നുള്ളതുകൊണ്ടാണ് നായ, പന്നി മുഗല്ലദായ നജസ്, കുറച്ച് ശക്തിയേറിയ നജസ് എന്ന് നമ്മൾ പറയും. എന്നാൽ നമ്മൾ നേരത്തെ എന്ത് ചെയ്ത് മൈത്തത്ത് എന്ന് പറഞ്ഞാൽ ശവം, ആ ശവം നജസ്സാകുന്നു, അത് ഭക്ഷിക്കാൻ പാടില്ല എന്നൊക്കെ നമ്മൾ പറഞ്ഞു. എന്നാൽ ആ ശവത്തിലുണ്ടാകുന്ന പുഴു, ആ പുഴു എന്താണ്, അത് ത്വാഹിറാണ്, അത് നമുക്ക് ഭക്ഷണം കഴിക്കാം. ഇനിയിപ്പോൾ നായ, പന്നിയാണെങ്കിൽ പോലും ആ നായുടെയും പന്നിയുടെയും ശവം, ആ ശവത്തിലുണ്ടാകുന്ന പുഴു, ആ പുഴു ത്വാഹിറാകുന്നു, അത് ഭക്ഷണം കഴിക്കുന്നതിന് കുഴപ്പമില്ല എന്നുള്ളതാണ്. ഇനി അതേപോലെ തന്നെ അപ്പോൾ അതിലെന്ത് ചെയ്യുന്നത് നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്ത് ചെയ്യാം, ഇപ്പോൾ എട്ടുകാലിൻ്റെ കൂട്, അപ്പോൾ ചില ആളുകൾ ചോദിക്കുന്നുണ്ട് 8 കാലിൻ്റെ കൂട് നജസാണോ എന്നുള്ളത്. കാരണം 8 കാലിൻ്റെ എന്ത് ചെയ്യുന്നത് ഒരു കാഷ്ടമായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ശരീരത്തിൽ നിന്ന് വരുന്ന ഒരു ഈർപ്പാണെന്ന് പിന്നെ ഇങ്ങനെ അതിൻ്റെ 8 കാലി കൂടുണ്ടാക്കുന്നത്. അപ്പോൾ അത് നജസാണോ അല്ലേ എന്നുള്ളത്, അത് നജസായിട്ട് പരിഗണിക്കുന്നതല്ല, അത് നജസല്ല എന്നുള്ളതാണ്. അതേപോലെ തന്നെ പാമ്പിൻ്റെ പടം എന്ന് പറയാം, അല്ലേ പടം എന്താ, പാമ്പിൻ്റെ വിയർപ്പ്, അതിങ്ങനെ എന്ത് ചെയ്യുന്നത് ഒരു വള, പാമ്പ് വള എന്നൊക്കെ പറയും. ആ വിയർപ്പാണ് പിന്നെ എന്ത് ചെയ്യുന്നത്, അത് കുറച്ച് കട്ടിയായിട്ട് ഇങ്ങനെ വളമായിട്ട് ഇങ്ങനെ വള രൂപത്തിൽ നിൽക്കുന്നതാണ്. അപ്പം പാമ്പ് വള എന്ന് പറയും. അതും എന്ത് ചെയ്യുന്നത് നജസായിട്ട് പരിഗണിക്കുന്നതല്ല, ത്വാഹിറാകുന്നു എന്നുള്ളതാണ്. ഇനി ഒരു നായയും ഒരു സ്ത്രീയും തമ്മിൽ എന്ത് ചെയ്തു, ലൈംഗിക ബന്ധം ഉണ്ടാവുകയും അതിലൂടെ ആ സ്ത്രീക്ക് ഒരു കുട്ടിയുണ്ടായി, ഒരു മനുഷ്യക്കുട്ടി ഉണ്ടായി. അതിൻ്റെ ഹുക്കുമാണ് പറയുന്നത്. കാരണം പണ്ഡിതന്മാരതൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട്. ആ കുട്ടി നജസായിട്ട് പരിഗണിക്കുന്നതല്ല. പക്ഷേ ആ കുട്ടിക്ക് പിന്നെ എന്ത് ചെയ്യുക, മുക്കല്ലഫായി എന്ന് പറഞ്ഞാൽ പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ അവർക്ക് നിസ്കാരം നിർബന്ധമാകുന്നു. ഇനിയിപ്പോൾ ഏതെങ്കിലും ആളുകൾ എന്ത് ചെയ്ത് ആ കുട്ടിയെ തൊട്ടു നോക്കുക, അങ്ങനെയാണെങ്കിൽ 7 വട്ടം കഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം അതൊക്കെ എന്ത് ചെയ്യും, അഫ് ചെയ്യപ്പെടും എന്നുള്ളതാണ്. ഇനി ഓനെ പള്ളിയിലേക്ക് എന്ത് ചെയ്യാൻ പ്രവേശിക്കുന്നതിന് കുഴപ്പമില്ല. മാത്രമല്ല അവന് തന്നെ ഇമാം നിൽക്കുന്നതിനും പ്രശ്നമില്ല, അവന് ഇമാമ് നിൽക്കുന്നതിനും പ്രശ്നമില്ല എന്നുള്ളതാണ്. അങ്ങനെ ബാക്കിൽ എന്ത് ചെയ്തു, മൂമിങ്ങൾ നിസ്കരിച്ചാൽ നിസ്കാരം ശരിയാകും എന്നുള്ളതാണ്. പക്ഷേ പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോൾ അവൻ്റെ ശരീരത്തിൽ വെള്ളം ഉണ്ടാവാൻ പാടില്ല, നനവുണ്ടാവാൻ പാടില്ല. നമ്മൾ പറഞ്ഞ നായൻ്റെ അലമ്പ് പറയും. അപ്പം നനവില്ലാത്ത രീതിയിൽ എന്ത് ചെയ്യാം, പ്രവേശിക്കാം എന്നുള്ളതാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ പറഞ്ഞത് നായ, പന്നി അത് മുഗല്ലദായ നജസാകുന്നു എന്നുള്ളതാണ്. പക്ഷേ നായ അതുപോലെ തന്നെ എന്ത് ചെയ്യാം, നമ്മുടെ ശരീരത്തിലായി കഴിഞ്ഞാൽ 7 വട്ടം കഴുകേണ്ടി വരിക, അല്ലെങ്കിൽ ആ നജസ് നമ്മുടെ ശരീരത്തിലാവുക. അതിന് നനവുണ്ടാകുമ്പോഴാണ്, ഒന്നെങ്കിൽ നായക്ക് നനവുണ്ടാവണം, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ നനവുണ്ടാവണം, അല്ലെങ്കിൽ നായൻ്റെ വിയർപ്പുണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ വിയർപ്പുണ്ടാവും, എന്തിനും മതി. നമ്മൾ നായയുമായി ടച്ച് ചെയ്യുന്ന ഭാഗത്ത് നായയുടെ ശരീരത്തിലോ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലോ എന്ത് ചെയ്യുന്നത്, വെള്ളം ഉണ്ടാകണം, നനവുണ്ടാകണം, എങ്കിലും എന്താവുള്ളൂ, അത് 7 വട്ടം കഴിക്കേണ്ട ആവശ്യമുള്ളൂ. അല്ലാതെ എന്ത് ചെയ്തു, നടക്കണ നായൻ്റെ പുറത്ത് എവിടെയെങ്കിലും തട്ടി നിൽക്കുക, എവിടെയും നനവില്ല എന്നുണ്ടെങ്കിൽ 7 പ്രാവശ്യം കഴിക്കേണ്ട ആവശ്യമില്ല. നമ്മളെ മാലിക് മദ്ഹബ് പ്രകാരം നായ നജസല്ല, ത്വാഹിറായ ഒരു ജീവിയാകുന്നു എന്നുള്ളതാണ്. ഇനി നജസ് നമ്മൾ നീക്കം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് 3 വിശേഷണങ്ങൾ നീങ്ങണം. ഒന്ന് അതിൻ്റെ രുചി നീങ്ങണം, തുഅം എന്ന് പറയും.
പിന്നെ ലൗന് നിറം നീങ്ങണം, അതുപോലെ തന്നെ രീഹ് അതിൻ്റെ മണം നീങ്ങണം. ഇത് മൂന്നും നീങ്ങേണ്ടതാകുന്നു. ഇനി ഒരാൾ എത്ര കേൾക്കിയിട്ടും അതിൻ്റെ മണമോ അല്ലെങ്കിൽ നിറമോ ബാക്കിയുണ്ട് നിൽക്കാം. മണമോ അല്ലെങ്കിൽ നിറമോ ബാക്കിയുണ്ട് നിൽക്കാം. ഏതെങ്കിലും ഒന്ന് ബാക്കിയാണെങ്കിൽ നമുക്ക് അഫ് ചെയ്യുന്നതാണ്. രണ്ടും ബാക്കിയുണ്ട്, നിറവും ബാക്കിയുണ്ട് മണവും ബാക്കിയുണ്ട് നിൽക്കാം എങ്കിൽ അതെന്ത് ചെയ്യുന്നത് ശരിയാവുകയില്ല, തോഹിറാവുകയില്ല. അതൊന്നുകൂടി എന്ത് ചെയ്യണം, ശുദ്ധീകരിക്കണം എന്നുള്ളതാണ്. ഇനി ഒരു എന്ത് ചെയ്ത് കയ്യുമ്പോഴോ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലൂടെങ്കിലും മൂത്രമായിട്ടുണ്ട്, കുറച്ച് കഴിഞ്ഞപ്പോൾ അത് ഉണങ്ങിപ്പോയിട്ടുണ്ട്, നോക്കിയപ്പോൾ മൂത്രമൊന്നും ഇല്ലാക്കാം എങ്കിൽ എന്ത് ചെയ്യണം, അതിൻ്റെ മുകളിലൂടെ ഒരു വെള്ളം പാരണം എന്നുള്ളതാണ്. കാരണം അതിൻ്റെ അടയാളങ്ങളൊന്നുമില്ല, മണമില്ല, കാണുന്നില്ല, നിറമൊന്നുമില്ല എങ്കിൽ അതിൻ്റെ മുകളിൽ കൂടെ ഒരു വട്ടം വെള്ളം പാരണം നിർബന്ധമാകുന്നു, എന്നാലേ അത് ശുദ്ധിയാവുകയുള്ളൂ എന്നുള്ളതാണ്. ഇനി ഒരു പ്രതലത്തിന് മൂത്രമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അവിടെ എന്ത് ചെയ്ത് ഇങ്ങനെ ഉണങ്ങിയിട്ടുണ്ട്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യാം, അതിന് മുകളിലൂടെ വെള്ളം ഒഴിക്കുക എന്നുള്ളതാണ് വേണ്ടത്. അതിനിപ്പോൾ എന്തിനാ ഇപ്പോൾ ടൈൽസുമ്പോഴാണെന്നുണ്ടെങ്കിലും വെള്ളം വലിച്ചെടുക്കാത്തതാണ് ടൈൽസ്, അതിലൂടെയാണെങ്കിലും ഉണങ്ങിക്കൊണ്ടെങ്കിൽ മുകളിൽ കൂടെ വെള്ളം പാരണം എന്നുള്ളതാണ്. അങ്ങനെ എന്ത് ചെയ്യുമ്പോൾ ശുദ്ധിയാകും. അല്ലെങ്കിൽ മണ്ണിലെ മൂത്രം വെച്ചാൽ എന്ത് ചെയ്യും, അതിങ്ങനെ അതിൽ എന്ത് ചെയ്യും, വലിച്ചെടുക്കും. എന്നാലും എന്ത് ചെയ്യാം, അത് ശുദ്ധിയാവണമെന്നുണ്ടെങ്കിൽ അവിടെ ഇതിന് മുകളിൽ കൂടെ വെള്ളം ഒഴിക്കണം എന്നുള്ളതാണ്. എന്നാൽ ഒരു പ്രതലം ഇപ്പോൾ ടൈൽസ് അതിൽ മൂത്രമുണ്ട്, ആ മൂത്രത്തിന് അയിന് മൂത്രം അവിടെ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അതിന് മുകളിൽ കൂടെ വെള്ളം ഒഴിച്ചുകൊണ്ട് മാത്രം ശുദ്ധിയാവുകയില്ല. ആദ്യം ആ മൂത്രം അവിടെ നിന്ന് എന്ത് ചെയ്യണം, നീക്കം ചെയ്യണം. കാരണം ആ നജിസ് അവിടെ നിന്ന് നീക്കം ചെയ്യണം. അങ്ങനെ നീക്കം ചെയ്തതിന് ശേഷം പിന്നീട് എന്ത് ചെയ്യണം, അതിന് മുകളിലൂടെ വെള്ളം ഒഴിക്കണം, എന്നാലേ അത് ശുദ്ധിയാവുകയുള്ളൂ എന്നുള്ളതാണ്. ഇനിയിപ്പോൾ ഒരാളെ വായിൽ എന്തെങ്കിലും നജസായി നിൽക്കാം, അയാളെ വായിൽ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും മൂത്രം വായിലായി അല്ലെങ്കിൽ രക്തം ബ്ലഡ് എന്ത് ചെയ്ത് വായിലുണ്ട് നിൽക്കാം എങ്കിൽ ആ വായ അവിടെ എന്ത് ചെയ്യും, കേകിയിട്ട് വെള്ളം എന്ത് ചെയ്ത് പറന്ന് വെള്ളം എന്ത് ചെയ്യും വായിലാക്കിയിട്ട് കേകിയിട്ട് അത് തുപ്പിയിട്ട് പിന്നെ എന്ത് ചെയ്യണം, വെള്ളം കുടിക്കുക അല്ലെങ്കിൽ പിന്നെ വേറെ എന്തെങ്കിലും ഭക്ഷിക്കണമെങ്കിൽ ആ വായ ആദ്യം കേൾക്കണം എന്നുള്ളതാകുന്നു. അതേപോലെ തന്നെ ഒരു പാത്രത്തിൽ എന്ത് നെൽസുണ്ട്, നെൽസ് നേരത്തെ പറഞ്ഞ പോലെ എന്ത് ചെയ്യുക, ആ പാത്രത്തിൽ ഉണ്ടായിരുന്നു മൂത്രം പിന്നെ ഇങ്ങനെ ഉണങ്ങി നിൽക്കാം. അങ്ങനെ ഉണങ്ങിയാലും അല്ലെങ്കിൽ ബക്കറ്റിലൊക്കെ മൂത്രം ഉണ്ടായി ഉണങ്ങിയിട്ടുണ്ട് എങ്കിലും അതിൻ്റെ ചുറ്റുഭാഗത്തും എന്ത് ചെയ്യും വെള്ളമാക്കിയിട്ട് എന്ത് ചെയ്യും ബക്കറ്റൊന്ന് ചുഴറ്റിയിട്ട് ഒഴിവാക്കണം, എന്നാലേ എന്താവുള്ളൂ ശുദ്ധിയാവുള്ളൂ എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു ബക്കറ്റിൽ ഈ പാത്രത്തിൽ കുറച്ച് മൂത്രം അല്ലെങ്കിൽ എന്ത് നെജസുണ്ട്, നെജസുണ്ടെങ്കിൽ ആ നെജസത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ട് വേണം പിന്നെ വെള്ളം പാർന്ന് അത് ചുഴറ്റിയിട്ട് കേൾക്കണം, എന്നാലേ ശുദ്ധിയാവുകയുള്ളൂ എന്നുള്ളതാണ്. ഇനി ഖുർആൻ, ഒരാൾ എന്ത് ചെയ്തു, ഖുർആനിൽ എന്ത് നജസായി നിൽക്കാം, ഒരാൾ ഖുർആനിൽ അങ്ങനെയാണെങ്കിൽ ആ ഖുർആനെ കേൾക്കണം എന്നുള്ളതാണ്. ഇനിയിപ്പോൾ കേൾക്കുന്ന സമയത്ത് ഖുർആൻ എന്ത് നശിച്ചു പോകും, കാരണം ആ കേൾക്കി കഴിഞ്ഞാൽ അതിൻ്റെ കളറും ഒക്കെ അല്ലെങ്കിൽ മഷിയൊക്കെ പോകുമെന്നുണ്ടെങ്കിലും എന്നാലും എന്ത് ചെയ്യണം, അതേ കേൾക്കണം എന്നുള്ളതാണ്. ഇനി ഖുർആൻ്റെ ചട്ടയോ അല്ലെങ്കിൽ അതിൻ്റെ എന്തിനത് കവറൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് കേൾക്കാവുന്നതാണ്, അത് മാത്രം കേൾക്കൽ നിർബന്ധമാണ്. ഏതായാലും നജസായി കഴിഞ്ഞാൽ ഖുർആൻ ആണെങ്കിലും അതേ കേൾക്കൽ നിർബന്ധമാകുന്നു, അതെന്ത് ചെയ്യണം, കേൾക്കി അത് ശുദ്ധിയാക്കണം എന്നുള്ളതാണ്. ഇനി നജസ് നീക്കം ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ച വെള്ളം, ഇപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്യാം, ശരീരത്തിന് നജസ് ഉണ്ടായിരുന്നു, ആ നജസ് എന്ത് ചെയ്തു നീക്കം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വെള്ളം പാർന്ന ആ ബാക്കി വെള്ളം പാർന്നിട്ടുള്ള ആ വെള്ളം നോക്കുക, നേരത്തെ 1 ലിറ്റർ വെള്ളമാണ് നമ്മൾ എന്ത് ചെയ്ത് കയ്യിലൂടെ എന്ത് ചെയ്ത് നജസ് നീക്കം ചെയ്യാൻ വേണ്ടി ഒഴിച്ചത്. അങ്ങനെ ഒഴിച്ചതിന് ശേഷം പിന്നെ ബാക്കി നോക്കിയപ്പോൾ കൃത്യം 1 ലിറ്റർ ആകുന്നു, അതിന് കൂടിയിട്ടില്ല. അതിൽ 1 ലിറ്ററും പിന്നെ ഒരു 10 or 20 മില്ലി ലിറ്റർ എന്ത് ചെയ്യുക, അതിൽ കൂടിയിട്ടുണ്ടെങ്കിൽ പറ്റില്ല, അതേ എന്ത് ചെയ്യുന്നത് 1 ലിറ്റർ തന്നെയാണ്. എന്നാലും നോക്കിയപ്പോൾ തകയ്യൂറില്ല, മാറ്റമൊന്നുമില്ല എന്നൊക്കെ, മണോ രുചിയൊന്നും മാറിയിട്ടില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ വെള്ളം തോഹിറാകുന്നു എന്നുള്ളതാണ്. ആ വെള്ളം തോഹിറാകുന്നു, വേറെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നജസ് നീക്കം ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിച്ച വെള്ളം, ആ വെള്ളം അളവ് കൂടിയിട്ടില്ല, 1 ലിറ്റർ ഒഴിച്ച് ആ 1 ലിറ്റർ തന്നെ. ഇപ്പോൾ മൂത്രമൊക്കെ ഉണ്ട് നോക്കാം, അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും, മൂത്രത്തിൻ്റെ അളവ് കൂടിയൊക്കെ കൂടും, അങ്ങനെ പറ്റില്ല. അല്ലാതെ എന്ത് ചെയ്യുന്നത്, നജസിൻ്റെ എന്തോ ചെറിയ അംശങ്ങൾ എന്തുണ്ട്, അത് വെള്ളം ഒഴിച്ച് നോക്കിയപ്പോൾ നേരത്തെ ഉള്ള അതേ വെള്ളം തന്നെയാണ്, അതേ അളവിൽ തന്നെയാണ് വെള്ളം ഉള്ളത്. എന്നാലോ അതിൻ്റെ മണോ അതുപോലെ തന്നെ രുചിയോ അല്ലെങ്കിൽ നിറം ഒന്നും മാറ്റം വരുന്നിട്ടില്ല എങ്കിൽ ആ വെള്ളം തോഹിറാകുന്നു എന്നുള്ളതാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നത്, വെള്ളത്തിലേക്കോ അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ചായ അല്ലെങ്കിൽ നമ്മളിത് പായസമൊക്കെ ഉണ്ടാക്കി അതിലേക്ക് എന്ത് ചെയ്തു നജസായി കഴിഞ്ഞാൽ, ഇപ്പോൾ ദ്രാവക രൂപത്തിലുള്ളതാണെന്നുണ്ടെങ്കിൽ വെള്ളം, ചായ അല്ലെങ്കിൽ പായസം പോലത്തെ അതിലേക്ക് നജസായി കഴിഞ്ഞാൽ എന്തെങ്കിലും കാഷ്ടോ അല്ലെങ്കിൽ മൂത്രമായി കഴിഞ്ഞാൽ പിന്നെ അതെന്ത് ചെയ്യുക, ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ്, അതെന്ത് ചെയ്യും, ഒഴിവാക്കണം. ഇനി ഖരരൂപത്തിലുള്ളതാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സെമി സോളിഡാണ്, ഇപ്പോൾ നെയ്യ് പോലത്തൊക്കെ സെമി സോളിഡാണ്, കൃത്യമായും സോളിഡല്ല, സെമി സോളിഡാണ്. അങ്ങനത്തെ ആണെന്നുണ്ടെങ്കിൽ അവിടെ ഇപ്പോൾ ഒരു ചത്ത എലിയൊക്കെ ചാടിയാൽ ആദ്യം എടുത്ത് ഒഴിവാക്കുകയും അതിൻ്റെ ചുറ്റുഭാഗത്തുള്ളതും കുറച്ചുകൂടി എടുത്തിട്ട് എന്ത് ചെയ്യാം, ഒഴിവാക്കുക. കാരണം അത് മറ്റുള്ളവർക്ക് പകർന്നിട്ടുണ്ടാവില്ല, ചുറ്റുഭാഗമുള്ളതും കൂടി കുറച്ചെടുത്ത് ഒഴിവാക്കിയാൽ ബാക്കിയുള്ളത് നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളതാണ്. ഇനി ഒരു എന്ത് ചെയ്തു കുഴി, ഒരു കിണറെന്ന് പറയും അല്ലെങ്കിൽ ഒരു കുഴി,
ആ കിണറിൽ അല്ലെങ്കിൽ കുഴിയിലുള്ളത് വെള്ളം 2 കുല്ലത്തിൽ താഴെയുള്ള വെള്ളമാണ്. കാരണം കുഴി എന്ന് പറയുന്നത് കിണറിലാകുമ്പോൾ 2 കുല്ലത്തിൽ കൂടുതലുണ്ടാവും. എന്നിട്ട് കുഴി 2 കുല്ലത്തിൽ താഴെയുള്ളതാണ് നിൽക്കുക. അതിലെന്ത് ചെയ്യുന്നതിന് നജസായി കഴിഞ്ഞാൽ അവിടെ നമ്മൾ പറഞ്ഞു 2 കുല്ലത്തിൽ താഴെയുള്ളത് നജസ് തട്ടൽ കൊണ്ട് തന്നെ മുത്തനജിസാകും എന്ന് പറഞ്ഞിരുന്നു. എന്നാൽ ഈ കുഴി ഒരു കിണറിലാണെന്നുണ്ടെങ്കിൽ 2 കുല്ലത്തിൽ താഴെയുള്ള വെള്ളം അത് നജസായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നത് അതിലേക്ക് വെള്ളം കൂടുതൽ ഒഴിക്കൽ കൊണ്ടോ അല്ലെങ്കിൽ അതിൽ നിന്ന് ഉറവ് കിട്ടിയിട്ട് കുറച്ചുകൂടി കൂടുതൽ വെള്ളം എന്നുകൊണ്ടോ പിന്നെ നമ്മൾ നോക്കുക തകയൂറില്ല, അതിന് പകർച്ചയൊന്നുമില്ല എന്നുണ്ടെങ്കിൽ ആ വെള്ളം ഉപയോഗിക്കാവുന്നതാണ് എന്നുള്ളതാണ്. ഇനിയോ 2 കുല്ലത്തിൽ മുകളിലുള്ള വെള്ളമാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു കിണറിലെ വെള്ളം 2 കുല്ലത്തിൽ മുകളിലുണ്ടാവും. അതിലേക്ക് എന്ത് ചെയ്തു നജസ് എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ തകയൂറില്ലെങ്കിൽ എന്നാൽ പകർച്ചയില്ല എന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാൻ 2 കുല്ലത്തിൽ കൂടുതലാണ്. പകർച്ചയുണ്ടെങ്കിൽ മാത്രമേ നജസാവുകയുള്ളൂ എന്നുള്ളതാണ്. ഇനി നമ്മൾ പറഞ്ഞു നജസിൻ്റെ അവിടെ മുഹല്ലതായ നജസാണ് നായ പന്നി എന്ന് പറഞ്ഞു. ആ മുഹല്ലതായ നജസിൻ്റെ അവിടെ 7 പ്രാവശ്യം കഴുകണം. നായ പന്നിയൊക്കെ തൊട്ട് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു നനവോട് കൂടെ തൊട്ട് കഴിഞ്ഞാൽ 7 പ്രാവശ്യം അവിടെ കഴുകണം എന്നുള്ളതാകുന്നു. അപ്പോൾ ആദ്യം നമ്മൾ നായൊക്കെ എന്ത് ചെയ്യും പന്നിയൊക്കെ തൊട്ട് കഴിഞ്ഞാൽ അതിൻ്റെ കാഷ്ടമൊക്കെ ആയി കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യണത് നമ്മൾ ആ ഒരു നജസ് നമ്മൾ നീക്കം ചെയ്യണം. അതിന് പുറമെ നമ്മൾ 7 പ്രാവശ്യം കഴുകും വേണം. 7 പ്രാവശ്യത്തിൽ 1 പ്രാവശ്യം മണ്ണ് കലക്കിയ വെള്ളം കൊണ്ടും ആയിരിക്കണം എന്നുള്ളതാണ് ഏറ്റവും നല്ലത്. ആദ്യത്തെ പ്രാവശ്യം മണ്ണ് കലക്കിയ വെള്ളമാണ്, പിന്നെ ബാക്കി 6 പ്രാവശ്യം സാധാ വെള്ളം കൊണ്ടും ആക്കലാണ് ഏറ്റവും നല്ലത്. എന്ന് മാത്രമല്ല 7 പ്രാവശ്യത്തിൽ ഏതെങ്കിലും ഒരു പ്രാവശ്യം മണ്ണ് കൊണ്ടായാലും അവൻ്റെ ഇത് ശരിയാവുന്നതാണ്, ആ നജസ് നീങ്ങുന്നതാണ് എന്നുള്ളതാണ്. ഇനി വെള്ളത്തിൽ മുങ്ങിയിട്ടാണ് കുളിക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ 7 പ്രാവശ്യം എന്നുള്ളത് വെള്ളത്തിൽ ഇങ്ങനെ ഒരു 7 പ്രാവശ്യം അങ്ങോട്ട് കൂടെ അനങ്ങിയാൽ തന്നെ അത് 7 പ്രാവശ്യമായിട്ട് പരിഗണിക്കും എന്നുള്ളതാണ്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു നായ ഷാഫി മദ്ഹബ് പ്രകാരം നായ മുഹല്ലതായ നജസാകുന്നു. മാലിക് മദ്ഹബിൽ നായ നജസല്ല, ഒരു ത്വാഹിറായ ജീവിയായിട്ടാണ് പരിഗണിക്കപ്പെടുക എന്നുള്ളതാണ്. ഇനി അഫു ചെയ്യപ്പെടുന്ന ഏതാനും ചില നജസുകളാണ് പറയുന്നത്. ബുർഖൂസ് എന്നറിയും. ബുർഖൂസ് എന്ന് പറഞ്ഞാൽ ചെറിയ ചെള്ള് പോലത്തെ അല്ലെങ്കിൽ അതുപോലെ എന്ത് ചെയ്യുന്നത് ഒലിക്കുന്ന രക്തമില്ലാതെ രക്തം ഉണ്ടാവും പക്ഷേ ഒലിക്കുന്ന രക്തമില്ല. അപ്പോൾ മനുഷ്യനൊക്കെ അല്ലെങ്കിൽ എന്ത് ചെയ്ത് ആട് അല്ലെങ്കിൽ പോത്തിനെ കറുത്ത് കഴിഞ്ഞാൽ രക്തം ഒലിക്കും. അങ്ങനെ ഒലിക്കുന്ന രക്തമില്ലാത്ത ജീവികൾ കൊതുക്, അതുപോലെ തന്നെ പിന്നെ ഈച്ച അല്ലെങ്കിൽ ചെള്ള് അങ്ങനെയൊക്കെ പറയും, അല്ലെങ്കിൽ വണ്ട്, ഇങ്ങനത്തെ എന്ത് ചെയ്യുന്നത് ചെറിയ ജീവികളുണ്ടാവും. അങ്ങനത്തെ ജീവികളുടെ രക്തം ആയിക്കഴിഞ്ഞാൽ അതെന്ത് ചെയ്യുന്നത് അഫ് ചെയ്യപ്പെടും എന്നുള്ളതാണ്. അതേപോലെ തന്നെ എന്ത് ചെയ്യുന്നത് പാന് ഒക്കെ അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നത് നമ്മുടെ ചെറിയ കുരുവൊക്കെ ഉണ്ടാവും, ശരീരത്തിൽ എന്തെങ്കിലും മുഖക്കുരു അല്ലെങ്കിൽ കുരുവൊക്കെ ഉണ്ടാകും. ആ കുരുവൊക്കെ പൊട്ടിയിട്ട് അതിൽ നിന്ന് രക്തം ചെറുതായിട്ട് വരികയാണെങ്കിൽ അതും എന്തില്ല അഫ് ചെയ്യപ്പെടും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഒരു കുരു അല്ലെങ്കിൽ എന്ത് ചെയ്യുക അങ്ങനത്തെ എന്തെങ്കിലും നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും ഉള്ളത് പൊട്ടിയിട്ട് എന്തെങ്കിലും രക്തം വരികയാണെങ്കിൽ അതിന് കുറച്ച് കൂടുതലുണ്ടെങ്കിലും അത് അഫ് ചെയ്യപ്പെടും എന്നുള്ളതാണ്. കാരണം അവൻ്റെ ശരീരത്തിലാണ് എന്നുണ്ടെങ്കിൽ. ഓക്കെ, നേരെ മറിച്ച് അവൻ്റെ കുരു അവനെന്ത് ചെയ്ത് ഒരാളിങ്ങനെ പൊട്ടിച്ചിട്ട് അല്ലെങ്കിൽ എന്ത് ചെയ്യുക അവൻ്റെ ശരീരത്തിൽ എന്തെങ്കിലും മുറി എന്തെങ്കിലും ഉണ്ട് അവനിങ്ങനെ ഇങ്ങനെ പൊട്ടിച്ചിട്ട് അല്ലെങ്കിൽ അവനെ അതിമെന്തെങ്കിലും കളിച്ചിട്ടാണ് രക്തം വന്നത് എന്നുണ്ടെങ്കിൽ പറ്റൂല. ഓട്ടോമാറ്റിക്കലായിട്ട് ഒറ്റയ്ക്ക് എന്ത് ചെയ്തു അതിന് രക്തം വന്നു കഴിഞ്ഞാൽ അതിന് എത്ര കൂടുതലുണ്ടെങ്കിലും അഫ് ചെയ്യപ്പെടും എന്നുള്ളതാകുന്നു. ഇനി മറ്റൊരാളുടെ ശരീരത്തിൽ നിന്ന് നമ്മുടെ ശരീരത്തിലേക്ക് രക്തമായി നിൽക്കാം. അത് വളരെ കുറച്ചുണ്ടെന്നുണ്ടെങ്കിലും അഫ് ചെയ്യപ്പെടും. കുറേ ഉണ്ടെങ്കിലും അഫ് ചെയ്യപ്പെടുന്നതല്ല, കുറച്ച് രക്തം നമ്മുടെ ശരീരത്തിലേക്കായി നിൽക്കുക, അത് നമ്മൾക്ക് അഫ് ചെയ്യപ്പെടും എന്നുള്ളതാണ്. അതേപോലെ തന്നെ എന്ത് ചെയ്യുന്നത് മൂക്കിന്ന് രക്തം വന്നാൽ, അതേപോലെ തന്നെ ഹൈദിൻ്റെ രക്തം ശരീരത്തിൽ അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നത് നമ്മുടെ വസ്ത്രത്തിലൊക്കെ ഉണ്ടെങ്കിൽ ഹൈദുകാരിയാകുമ്പോൾ പിന്നെ നിസ്കരിക്കുന്ന നിർബന്ധമില്ല. പക്ഷേ ഹൈദ് മുറിഞ്ഞാലും എന്ത് ചെയ്തു അവളുടെ ശരീരത്തിൽ അല്ലെങ്കിൽ അവളുടെ വസ്ത്രത്തിൽ എന്ത് ചെയ്യുന്നത് എന്തെങ്കിലും ഹൈദിൻ്റെ രക്തം കുറച്ച് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് അഫ് ചെയ്യപ്പെടും എന്നുള്ളതാണ്. അതേപോലെ മൂക്കിൽ നിന്നൊക്കെ രക്തം വരികയാണെങ്കിൽ വളരെ കുറച്ചൊക്കെ ഉള്ളത് നമുക്ക് അഫ് ചെയ്യും എന്നുള്ളതാണ്. അതേപോലെ തന്നെ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ അഫ് ചെയ്യപ്പെടുന്നതാണ്. ഒരാൾ കൊമ്പ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഹിജാമൊക്കെ ചെയ്യും, അതേപോലെ തന്നെ കൊമ്പ് വെക്കുക എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ ഹിജാമ് ചെയ്യുമ്പോൾ അപ്പോൾ അവിടെ നിന്നൊക്കെ എന്ത് ചെയ്യുക അഫ് ചെറിയ എന്ത് ചെയ്ത് രക്തം പുറത്തേക്ക് വന്നാലൊക്കെ അഫ് ചെയ്യപ്പെടും എന്നുള്ളതാകുന്നു. ഇനി സാധാരണ ഉണ്ടാവുന്നത് ഒരു സാധനം അത് അഫ് നജസാണോ അല്ലെങ്കിൽ തോഹിറാണോ അല്ലെങ്കിൽ നജസ് നമ്മുടെ ശരീരത്തിൽ ആയിട്ടുണ്ടോ ഇല്ല എന്നുള്ളൊക്കെ സംശയം വരുമ്പോഴൊക്കെ അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നത് നജസില്ല അത് തോഹിറാണ് എന്ന രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് അവിടെ സമീപിക്കേണ്ടത്. ഇപ്പോൾ കുറേ ആളുകൾക്ക് ഇപ്പോൾ നജസായിട്ടുണ്ടോ ഇല്ലേ അല്ലെങ്കിൽ നജസാവോ ഇല്ലേ എന്നുള്ളൊരു സംശയം വരുമ്പോൾ അവിടെയൊക്കെ എന്ത് ചെയ്യുന്നത് നജസായിട്ടില്ല അത് തോഹിറാണ് എന്ന രീതിയിൽ, അപ്പോൾ നമ്മുടെ ശരീരം അല്ലെങ്കിൽ വസ്ത്രം തോഹിറാണ് എന്ന രീതിയിലാണ്. നമ്മുടെ ശരീരത്തിൽ കുറച്ച് വെള്ളമുണ്ട്, ഇതിപ്പോൾ മൂത്രമാണോ അതോ ഇനി വെള്ളമായതാണോ എന്ന് സംശയം വരികയാണെങ്കിൽ അത് വെള്ളമാണ് എന്ന രീതിയിൽ എന്ത് ചെയ്യുന്നത് നമ്മൾ സമീപിക്കേണ്ടത്, അത് നജസ് എന്ന രീതിയിലല്ല എന്നുള്ളതാണ്.
ഇനി എന്ത് ചെയ്യുന്നത്, അതേപോലെ തന്നെ അഫു ചെയ്യപ്പെടുന്നതാണ് എന്ത് ചെയ്യുന്നത്, ഈ പ്രാവ് അല്ലെങ്കിൽ എന്ത് ചെയ്യുക നമ്മളെ എന്താ നമ്മുടെ വവ്വാലിൻ്റെയൊക്കെ എന്ത് ചെയ്യുന്നത് ചെറിയ കാഷ്ടമൊക്കെ ഉണ്ടാകും. അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത് അഫു ചെയ്യപ്പെടും എന്നുള്ളതാകുന്നു, അഫു ചെയ്യപ്പെടുന്നതിൽ പെട്ടതാകുന്നു അതൊക്കെ. ഇനി നമ്മൾ നിസ്കരിക്കുന്ന സമയത്ത് നമ്മൾ മുമ്പ് നിസ്കരിക്കുന്ന ആളുടെ അല്ലെങ്കിൽ അപ്പുറത്ത് നിസ്കരിക്കുന്ന ആളുടെ ശരീരത്തിൽ നഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ പറഞ്ഞു കൊടുക്കണം. അതിൻ്റെ ശരീരത്തിൽ ഇവിടെ നഴ്സ് ഉണ്ട്, ബ്ലഡ് ഉണ്ട്, അല്ലെങ്കിൽ ഇവിടെ എന്ത് കുറച്ച് മൂത്രമായിട്ടുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കണം. അതേ പറഞ്ഞു കൊടുക്കൽ നിർബന്ധമാകുന്നു. അതുപോലെ തന്നെ നമ്മൾ നിസ്കരിക്കുന്ന സമയത്ത് ആരെങ്കിലും പറഞ്ഞെന്ന് നമ്മുടെ ശരീരത്തിൽ നഴ്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് മാനിക്കലും നിർബന്ധമാകുന്നു. നിസ്കാരം കഴിഞ്ഞ ശേഷം ഒരാൾ എന്ത് കാണിച്ചു തന്നെ എന്ത് വസ്ത്രത്തിൽ ബ്ലഡ് ഉണ്ട്, ഇത് വെച്ച് നിസ്കാരം ശരിയായിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് നമ്മൾ നോക്കണം. അങ്ങനെ ബ്ലഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ നിസ്കാരം മാറ്റി നിസ്കരിക്കുകയും വേണം എന്നുള്ളതാകുന്നു. ഇനി അതുപോലെ തന്നെ ഈ നജസിനെ നീക്കം ചെയ്യുന്ന ഭാഗമായിട്ടാണ് നമ്മൾ ഇസ്തിൻജാ എന്ന് പറയും, മനോഹരം ചെയ്യുക എന്ന് പറയും. മനോഹരം ചെയ്യല്ല, മനോഹരം ചെയ്യുക എന്നാണ്. അതെന്ത് ചെയ്ത് നമ്മൾ മനോഹരിക്കുക എന്ന് പറയും. മനോഹരം ചെയ്യുക എന്നാണ് പറയാറ് മലയാളത്തിൽ. ഏതായാലും എന്ത് ചെയ്തത് നജസിനെ നീക്കം ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ എന്ത് ചെയ്യുക മൂത്രയിക്കുകയോ അല്ലെങ്കിൽ കാഷ്ടിക്കുകയോ ചെയ്താൽ പിന്നെ ആ നജസിനെ നീക്കം ചെയ്യുന്ന എന്ത് ചെയ്യുന്നത് വൃത്തിയാക്കുന്നതിനാണ് ഇസ്തിൻജാ എന്ന് പറയുക. അവിടെ എന്ത് വെള്ളം കൊണ്ടാണ് ഇസ്തിൻജാ ചെയ്യേണ്ടത്. അസ്ല് നമ്മൾ പറഞ്ഞു നജസിനെ നീക്കം ചെയ്യാൻ ഏറ്റവും അടിസ്ഥാനപരമായി ഉപയോഗിക്കേണ്ടത് വെള്ളമാണ്. വെള്ളമില്ലെങ്കിൽ പിന്നെ പകരമായിട്ട് എന്ത് ചെയ്യും, നമ്മൾ കല്ല് ഉപയോഗിക്കാം. കല്ല് ഉപയോഗിക്കുമ്പോൾ ചെറിയതാണെന്നുണ്ടെങ്കിൽ 3 കല്ലുകളും അല്ലെങ്കിൽ വലുതാണെന്നുണ്ടെങ്കിൽ ഒരു കല്ലിൻ്റെ 3 ഭാഗങ്ങളുമായിട്ട് 3 പ്രാവശ്യം മിനിമം 3 പ്രാവശ്യം ഇസ്തിൻജാ ചെയ്യൽ നിർബന്ധമാണ്. 3 പ്രാവശ്യം കൊണ്ടും ശുദ്ധിയായിട്ടില്ല എന്നുണ്ടെങ്കിൽ എത്ര പ്രാവശ്യം കൊണ്ടാണോ ശുദ്ധിയാവുന്നത് അത് ശുദ്ധിയാവുന്നവരേക്കും നമ്മൾ അത് ശുദ്ധീകരിക്കേണ്ടതാകുന്നു. മാത്രമല്ല ഇനി കല്ലില്ല അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്ടിക അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഇല്ല എന്നുണ്ടെങ്കിൽ വെള്ളം വലിച്ചെടുക്കുന്ന ഓടിൻ്റെ ഓട് അല്ലെങ്കിൽ എന്ത് ചെയ്യാം ഇഷ്ടിക അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ വെള്ളം വലിച്ചെടുക്കുന്ന എന്തുകൊണ്ടും പിന്നെ ടിഷ്യൂ പേപ്പർ കൊണ്ടാണെങ്കിലും ആ വെള്ളം അല്ലെങ്കിൽ നജസിനെ വലിച്ചെടുക്കാൻ പറ്റുന്നതാണെന്നുണ്ടെങ്കിൽ ആ ടിഷ്യൂ പേപ്പർ, വെള്ളമില്ല എന്നുണ്ടെങ്കിൽ പകരമായിട്ട് ഉപയോഗിക്കാവുന്നതാണ് എന്നുള്ളതാണ്. പിന്നെ സ്വാഭാവികമായിട്ടും നമ്മുടെ എന്തിനത് ഈ ബാത്റൂമിൽ പാലിക്കേണ്ട ചില മര്യാദകളൊക്കെ നമ്മൾ പറയുന്നുണ്ട്. അവിടെ അതിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇടതുകാല് വെക്കേണ്ടതും അതുപോലെ തന്നെ അതിന് വരുമ്പോൾ വലതുകാല് വെക്കേണ്ടതും പിന്നെ അവിടെ പാലിക്കേണ്ട ചില മര്യാദകളൊക്കെ നമ്മൾ നേരത്തെ അറിയുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ എന്ത് ചെയ്യുക, അവിടെ ദിക്ർ ചെല്ലേണ്ടത്, പിന്നെ മനോഹരം ചെയ്യുമ്പോൾ ദിക്ർ ചെല്ലേണ്ടതൊക്കെ. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് മനോഹരം ചെയ്യുമ്പോൾ അതുപോലെ തന്നെ ബാത്റൂമിലേക്ക് പ്രവേശിക്കുമ്പോൾ ചെല്ലേണ്ട ദിക്റൊക്കെ ബാത്റൂമിന് പുറത്തുനിന്ന് ചെല്ലേണ്ടതാണ് ദിക്ർ. കാരണം അതിൻ്റെ ഉള്ളിൽ നിന്ന് ദിക്ർ ചെല്ലാൻ പാടില്ല അല്ലെങ്കിൽ അള്ളാഹുവിനെ സ്മരിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ബാത്റൂമിലേക്ക് പ്രവേശിക്കുമ്പോഴുള്ള ദിക്ർ ബാത്റൂമിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ചെല്ലണം. പിന്നെ ബാത്റൂമിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ ദിക്ർ പുറത്തേക്ക് വന്നതിന് ശേഷമാണ് മനോഹരം ചെയ്യുമ്പോൾ ചൊല്ലേണ്ട ദിക്റുണ്ട്. അതും എന്തിനത് അള്ളാഹു തഖീർ ഖൽബി മിൻ നിഫഖി വഅസ്ൻ ഫർജി മിനൽ ഫവാഹിഷ് എന്നുള്ള ദിക്ർ പുറത്തേക്ക് വന്നതിന് ശേഷമാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ നിസ്കാരത്തിൻ്റെ ഷർത്തുകളാണ് പറഞ്ഞത്. അതിന് രണ്ടാമത്തെ ഷർത്താണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത് നജസിൽ നിന്ന് ശുദ്ധിയാവണം എന്നുള്ളതാണ്. അപ്പോൾ ഇതിലെന്ത് ചെയ്തു, നമ്മൾ പറഞ്ഞ നജസിൻ്റെ 3 ഇനങ്ങളാണ് പറഞ്ഞത്. ഒന്ന് മുഗല്ലദായ നജസ് നമ്മൾ പറഞ്ഞു, മുഗല്ലദായ നജസ് നായ പന്നി. ഇനി മുഖഫഫായ നജസ് ഉണ്ട്. മുഖഫഫായ നജസ് എന്ന് പറഞ്ഞാൽ 2 വയസ്സ് തികയാത്ത, പാലില്ലാത്ത, മറ്റൊന്നും ഭക്ഷിക്കാത്ത ചെറിയ ആൺകുട്ടിയുടെ 2 വയസ്സ് തികയാത്ത, പാലില്ലാത്ത, മറ്റൊന്നും ഭക്ഷിക്കാത്ത ആൺകുട്ടിയുടെ മൂത്രം അത് മുഖഫഫായ നജസ് എന്ന് പറയും. ലഘുവായ നജസ് ആകുന്നു. അത് കണ്ടീഷനുണ്ട്. 2 വയസ്സ് തികയാൻ പാടില്ല, പാലില്ലാത്ത മറ്റൊന്നും ഭക്ഷിക്കാൻ പാടില്ല, പിന്നെ ആൺകുട്ടിയുടെ ആയിരിക്കണം മൂത്രം. ഇത് മുഖഫഫായ നജസ് ആകുന്നു. ഇത് ശരീരത്തിലോ വസ്ത്രത്തിലോ ആയിക്കഴിഞ്ഞാൽ മുഴുവനായിട്ട് കേക്ക് കളയേണ്ട ആവശ്യമില്ല. ആ അളവിന് വെള്ളം എടുത്ത് കുടഞ്ഞാൽ മതി. എത്രയാണോ എന്നാണ് വളരെ കുറഞ്ഞ അളവിലുണ്ടാവുള്ളൂ. ആ അളവിൽ വെള്ളം എടുത്തിട്ട് അല്ലെങ്കിൽ അതിൽ കൂടുതൽ വെള്ളം എടുത്തിട്ട് അത് ആ ശരീരത്തിൽ ഇങ്ങനെ എന്ത് ചെയ്യാം, ഇങ്ങനെ കുടഞ്ഞാൽ തന്നെ ശുദ്ധിയാകും എന്നുള്ളതാണ്. അതിനാണ് മുഖഫഫായ നജസ് എന്ന് പറയുക. ഈ മുഗല്ലദായ നജസും മുഖഫഫായ നജസും അല്ലാത്ത ബാക്കി നജസുകളൊക്കെ മുത്തവസ്സിത്തായ നജസാകുന്നു. അത് നമ്മൾ നീക്കം ചെയ്യുമ്പോൾ അവിടെ അതിൻ്റെ രുചി, മണം, നിറം ഒക്കെ നീങ്ങുന്ന രീതിയിൽ നീക്കം ചെയ്യണം എന്നുള്ളതാണ്. ഇനി രുചിയോ അതുപോലെ തന്നെ മണമോ ഒക്കെ ഏതെങ്കിലും ഒന്ന് ബാക്കിയാണെങ്കിൽ ഇവിടെ ബുദ്ധിമുട്ടാണ്, നീക്കിയിട്ടും എത്ര നീക്കിയിട്ടും പോകുന്നില്ല എന്നുണ്ടെങ്കിൽ അഫ് ചെയ്യപ്പെടും എന്നുള്ളതാകുന്നു. അപ്പോൾ നിസ്കാരത്തിൻ്റെ 2ാമത്തെ ഷർത്ത് കഴിഞ്ഞു. ഇനി നമ്മൾ 3ാമത്തെ ഷർത്തിലേക്കാണ് പ്രവേശിക്കാനുള്ളത്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിനാക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.